ഗലാത്യർ 3:13 ബൈബിൾ നമ്മോട് പറയുന്നു, ക്രിസ്തു നമുക്കുവേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. കാരണം മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈ ശക്തമായ സത്യം സുവിശേഷത്തിന്റെ കാതലിനെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ നിയമമനുസരിച്ച് അനുസരണക്കേട് ഒരു ശാപം കൊണ്ടുവരുന്നു, ദൈവത്തിൽ നിന്നുള്ള വേർപിരിയൽ, ന്യായവിധി, മരണം. പാപം നിമിത്തം ഓരോ മനുഷ്യനും ഈ ശാപത്തിന് കീഴിലായിരുന്നു. നിയമം പാലിച്ചുകൊണ്ട് നമുക്ക് സ്വയം രക്ഷിക്കാൻ കഴിഞ്ഞില്ല, കാരണം അത് പൂർണ്ണമായി പാലിക്കാൻ ആർക്കും കഴിയില്ല. എന്നാൽ പാപമില്ലാത്ത യേശു ഇടപെട്ട് നമ്മുടെ സ്ഥാനം ഏറ്റെടുത്തു. അവൻ നിയമം പൂർണ്ണമായും നിറവേറ്റി, തുടർന്ന് നമുക്കുവേണ്ടി അതിന്റെ ശിക്ഷ വഹിച്ചു. കുരിശിൽ മരിച്ചുകൊണ്ട് അവൻ നമുക്കുവേണ്ടി ശാപമായി തീർന്നു, നാം അർഹിക്കുന്ന ന്യായവിധി സ്വയം ഏറ്റെടുത്തു. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഈ പ്രവൃത്തി തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ശാപത്തിന്റെ ശക്തിയെ തകർത്തു. തന്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും യേശു നമുക്ക് ദൈവവുമായി അനുരഞ്ജനപ്പെടാനുള്ള ഒരു വഴിയൊരുക്കി. ഇനി നാം ഭയത്തിലോ ലജ്ജയിലോ ശിക്ഷാവിധിയിലോ ജീവിക്കേണ്ടതില്ല. പാപത്തിന്റെയും മരണത്തിന്റെയും അടിമത്തത്തിൽ നിന്ന് നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഇപ്പോൾ നാം ശാപത്തിന് കീഴില്ല, കൃപയ്ക്ക് കീഴിലാണ് ജീവിക്കുന്നത്. അവന്റെ നീതി നമ്മിൽ ആരോപിക്കപ്പെടുന്നു. നാം സ്വതന്ത്രരും ക്ഷമിക്കപ്പെട്ടവരുമായി ദൈവമക്കളാകുന്നു. ഈ വീണ്ടെടുപ്പ് ഒരു സമ്മാനമാണ്. നമ്മൾ അത് നേടിയെടുത്തതല്ല, നമുക്ക് അത് തിരികെ നൽകാനും കഴിയില്ല. വിശ്വാസത്താൽ മാത്രമേ നമുക്ക് അത് സ്വീകരിക്കാനും നന്ദിയോടെയും സ്നേഹത്തോടെയും ജീവിതത്തിലൂടെയും പ്രതികരിക്കാനും കഴിയൂ.